നാരകത്തുംകാട്ടിൽ മുത്തെടുത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. 17ാം നൂറ്റാണ്ടിന്റെ ആരംഭഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മന മധുരയ്ക്കടുത്തുള്ള പുളിയംകുടിയിൽ നിന്നും കച്ചവട ആവശ്യത്തിന് എത്തിച്ചേർന്ന സെയ്ദ് ലബ്ബാർ റാവുത്തറുടെ പിൻതലമുറക്കാരായ നാരകത്തുംകാട്ടിൽ മൂത്തേടത്ത് കുടുംബാംഗങ്ങളുടെ സംഗമമാണ് പെരുവന്താനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത്. അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ച സംഗമം MS മുഹമ്മദ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. സിജി സീനിയർ കോർഡിനേറ്റർ അൻഷാദ് അതിരമ്പുഴ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ സ്വന്തം ഹൃദയത്തോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ആ ഒരു സംവിധാനം കിട്ടി എന്ന് മാത്രമല്ല, നമ്മുടെ അംബാനിയും ഒക്കെ ഇഷ്ടംപോലെ ഓഫറുകൾ തന്നിട്ടുണ്ട്. എത്ര ആണെങ്കിലും വിളിക്കാം. രാത്രി വിളിക്കുന്നതിന് പ്രത്യേക ഓഫർ അല്ലേ? അതുകൊണ്ട് തന്നെ രാത്രിയാണ് വിളി കൂടുന്നത് എന്ന പരാതിയിലാണ് കുടുംബങ്ങളൊക്കെ ഉള്ളത്. രാത്രിയിൽ പ്രത്യേക ഓഫർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ രാത്രിയാണ് വിളി. പുതപ്പിനടിയിലെ പ്രത്യേക പച്ച വെളിച്ചം ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ടല്ലോ. അതിന്റെ അനുരണനങ്ങൾ പിറ്റേ ദിവസം പകലോ അതിന്റെ പിറ്റേ ദിവസമോ ഏതാനും ദിവസങ്ങൾക്കോ ഉണ്ടായി തകർന്ന് തരിപ്പണമായി പോകുന്ന കുടുംബങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഒരു ചെറിയ ഈ ഒരു കൂട്ടായ്മയെ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും, ആരൊക്കെ ഏതൊക്കെ തരത്തിൽ അതിനെ വിമർശിച്ചാലും, ഇതിന്റെ കുറവുകൾ ഓരോന്നെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരിൽ വന്നാലും, അല്ലെങ്കിൽ അവിടെ ശരിയായില്ല, ഇന്നയാൾ സംസാരിച്ച് ശരിയായില്ല, ഇന്നയാൾ അപ്പോൾ കാരണമായിരുന്നു, അല്ലെങ്കിൽ ഇന്നയാൾ ഇത്രയും സംസാരിച്ചത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ എന്തൊക്കെ പരാതി പറഞ്ഞാലും നിങ്ങൾ മറുപടി പറഞ്ഞുകൊള്ളുക. ഈ ഒരു തുടക്കം, ഈ നിങ്ങൾ ഇന്ന് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സംരംഭം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഇഖ്ലാസ്, നിങ്ങളുടെ നിയ്യത്ത് നന്നായാൽ അതിനു വേണ്ടി ചുവടുവെക്കാൻ കുറച്ച് ആളുകൾ തയ്യാറായ വലിയ മാറ്റങ്ങൾ വരും. അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ ആ മുതൽ മനസ്സിലാക്കിയിട്ടുണ്ടോന്നറിയില്ല. ഈയിടെ മനോഹരമായ ഒരു കവിത വളരെ സംഗമത്തിന്റെ പേരിലുള്ള സ്റ്റാമ്പ് പ്രകാശനം അബ്ദുൾ റഹീം ഹാജി നിർവഹിച്ചു. ഫസുൽ ഹക്ക്, NB ഹനീഫ, NA ജലീൽ, MG യൂസഫ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു.